അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനാണ് ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് കേട്ടോ. ലിസാനുൽ ഖുർആനിലെ 2ാമത്തെ പാഠഭാഗമായ എന്താണ്? ഹാദാ ബൈത്തുൻ. ഹാദാ ബൈത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്താണ്? ഹാദാ ബൈത്തുൻ, ഇതൊരു വീടാണ്. ഈ ഹാദാ എന്നതിനെ നമ്മൾ അർത്ഥം വെക്കുന്ന ഗ്രാമർ ഭാഗം എന്താണ്? ഇത്. ഹാദാ ഇത്. ഇതെന്താണ്? വീടാണ് എന്ന്. ഹാദാ ബൈത്തുൻ, ഇതൊരു വീടാണ്. പിന്നെ തൊട്ടടുത്ത് എന്താണ്? ഹാദാ ഇബിനുൻ. ഹാദാ ഇബിനുൻ. ഇബിനു എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിക്കുന്നവനല്ലേ. ഒരു ആൺകുട്ടിയുടെ ചിത്രമാണല്ലോ കാണുന്നത്. അപ്പോൾ അവിടെ ഹാദാ ഇബിനുൻ, ഇത് പഠിക്കുന്നവനാണ്. തൊട്ടടുത്ത് നോക്കേ, ഹാദിഹി എന്നല്ലേ. ഇതുവരെ നമ്മൾ ഹാദാ ഹാദാ എന്ന് പഠിച്ചു. അപ്പോൾ ഈ ഹാദിഹി എന്ന് വരുമ്പോഴെന്താണ്? അതിൻ്റെ മീനിങ് ഒന്ന് തന്നെ വരിക, എന്ത്? ഇത്. പക്ഷേ എന്തുകൊണ്ടാണ് അവിടെ ഹാദിഹി എന്ന് വന്നത്? പുല്ലിംഗമായതുകൊണ്ട്. ബിന്തുൻ പെൺകുട്ടിയാണല്ലോ, അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? ഹാദിഹി എന്ന് വന്നത് കേട്ടോ. പെൺകുട്ടിയെ സൂചിപ്പിക്കുമ്പോൾ ഹാദിഹി. ഹാദിഹി ബിന്തുൻ. തൊട്ടടുത്ത് താഴെ നോക്കെ, ഹാദാ ദീഖ്വൻ. ദീഖ്വൻ എന്ന് പറഞ്ഞാൽ പൂവൻകോഴി. ഹാദാ എന്താണ്? ആണല്ലേ, പൂവൻകോഴി ആണാണല്ലോ. അപ്പോൾ അവിടെ ഹാദാ ദീഖ്വൻ. ഹാദാ ദീഖ്വൻ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഹാദിഹി ദജാജത്തുൻ. ഹാദിഹി ദജാജത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പിടക്കോഴി. അപ്പോൾ പിടക്കോഴി പെണ്ണല്ലേ. അവിടെ ലാസ്റ്റ് കണ്ടോ ഒരു ഹാത്താവ് വന്നില്ലേ? അപ്പോൾ പിടക്കോഴി വന്നപ്പോൾ ഹാദിഹി ദജാജത്തുൻ. ഹാദിഹി ദജാജത്തുൻ. പിന്നെ അതിൻ്റെ താഴെ എന്താണ്? ഒരു വീടാണല്ലേ. വീണ്ടും വീടിൻ്റെ ചിത്രമാണ്. അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഹാദാ. വീട് വരുമ്പോൾ ഇത്. ബൈത്വൻ, ഇതെന്താണ്? ഇതൊരു വീടാണ്. ഹാദാ ബൈത്വൻ, ഇതൊരു വീടാണ്. ഹാദാ ബൈത്ത് എന്ന് പറഞ്ഞാൽ ഇതൊരു വീടാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് എന്താണ്? പശു അല്ലേ. പശുവിന് എന്ത് വരിക? ബക്കറത്തുൻ. ഹാദിഹി ബക്കറത്തുൻ. പശു വരുമ്പോൾ ബക്കറത്തുൻ. ഹാദിഹി പെണ്ണാണല്ലോ പശു. അപ്പോൾ അവിടെ എന്ത് വന്നു? ഹാദിഹി ബക്കറത്തുൻ. ഹാദിഹി ബക്കറത്തുൻ, ഇതൊരു പശുവാണ്. അപ്പോൾ ഹാദാ ഹാദിഹി രണ്ടും ഒരേ അർത്ഥമാണ് കേട്ടോ. ഇത് എന്ന് വരിക. പിന്നെ അടുത്തത് അതിൻ്റെ എന്താണ്? വർക്ക്. അതിൻ്റെ വർക്ക് ഭാഗം നോക്കുക, ബാക്ക് ഭാഗം. ഹയ്യാനക്കർ എന്താണ്? നമുക്ക് വായിക്കാം. ഹയ്യാനക്കർ എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാം. എന്താ വായിക്കുക? ഹാദാ ബാബുൻ. ഹാദാ ബാബു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വാതിലാണ്. ബാബുൻ വാതിൽ, ഇത് വാതിലാണ്. ഹാദാ ബാബുൻ. അടുത്തത് ഹാദിഹി ഷജറത്തുൻ. ഹാദിഹി കണ്ടോ, സ്ത്രീലിംഗമായിട്ടുള്ള സ്ത്രീലിംഗത്തിന് നമ്മളെന്താ? ഹാത്താവ് വന്നു. അപ്പോൾ അവിടെ എന്തായി? പെണ്ണ് വരുമ്പോൾ ഹാദിഹി എന്ന് വരും. ഹാദിഹി ഷജറത്തുൻ, ഇത് മരമാണ്. പിന്നെ എന്താണ്? ഹാദാ കുർസിയുൻ. കുർസിയു എന്ന് പറഞ്ഞാൽ കസേര. കുർസിയുൻ. ഹാദാ കുർസിയുൻ, ഇത് കസേരയാണ്. അടുത്തത് ഹാദിഹി സയ്യാറത്തുൻ. സയ്യാറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്. ഹാദിഹി സയ്യാറത്തുൻ, ഇതൊരു കാറാണ് എന്ന് വരും. ഹാദിഹി സയ്യാറത്തുൻ. പിന്നെ അതിൻ്റെ താഴെ എന്താണ്? എഴുതാനാണ്. വിട്ട ഭാഗം എഴുതാനാണ് കേട്ടോ, പൂരിപ്പിക്കാനാണ്. അവിടെ എന്തായി? ഹാദിഹി. ഹാദിഹി എന്ന് ഒന്നില്ലേ, പശു ആണല്ലേ. പശുവിന് നമ്മൾ എന്താ പാഠഭാഗത്ത് പഠിച്ചത്? ബക്കറത്തുൻ. പശുവിന് എന്താ പഠിച്ചത്? ബക്കറത്തുൻ. ബക്കറത്തുൻ. ബക്കറത്തുൻ എന്താണ്? ഹാദിഹി ബക്കറത്തുൻ, ഇതെന്താണ്? പശുവാണ്. ബക്കറത്തുൻ പശുവാണ് എന്നുള്ളത്. പിന്നെ അടുത്തത് എന്താണ്? ദീഖ്വൻ. ദീഖ്വൻ എന്ന് പറഞ്ഞാൽ പൂവൻ കോഴിയാണല്ലോ. പൂവൻ കോഴി ആണാവുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? ഹാദാ. ആണ് വരുമ്പോൾ എന്ത് കൊടുക്കും? ഹാദാ. ഹാദാ. ഹാദാ ദീഖ്വൻ, ഇതെന്താണ്? പൂവൻ കോഴിയാണ് എന്നുള്ളത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് എന്താണ്? ഫ്ലവർ അല്ലേ. നമ്മൾ 1ാം ക്ലാസ്സിൽ പൂവിന് പഠിച്ചിരിക്കണില്ലേ? എന്താണ് പൂവിൻ്റെ പേര്? സഹ്റത്തുൻ. അപ്പോൾ അവിടെ ലാസ്റ്റ് ഒരു ഹാത്താവ് വന്നല്ലോ അല്ലേ. അപ്പോൾ എന്ത് വരും? ഹാദിഹി. ഹാദിഹി സഹ്റത്തുൻ.
ഹറത്തുൻ ഹാദിഹി സഹ്റത്തുൻ. ഹാദിഹി സഹ്റത്ത് എന്ന് പറഞ്ഞാൽ ഇതൊരു പൂവാണ് എന്നുള്ളത്. ഇനി അതിൻ്റെ അടുത്തത് എന്താണ്? അണ്ണാൻ. അണ്ണാന്ന് നമ്മൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ, സിഞ്ചാബ് എന്ന്. ഒന്നാമത്തെ പാഠഭാഗത്തിൽ പഠിച്ചില്ലേ, അന സിഞ്ചാബ് എന്ന്. അപ്പോൾ ഇത് അണ്ണാനാണെന്ന് എങ്ങനെ പറയുക? ഹാദാ സിഞ്ചാബുൻ. ഹാദാ സിഞ്ചാബുൻ. സിഞ്ചാബുൻ. ഹാദാ സിഞ്ചാബുൻ. ലാസ്റ്റ് ഭാഗത്തിൽ അറബി മലയാളത്തിൽ നല്ലപോലെ പ്രസ് ചെയ്ത് എഴുതിയത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഖുറാനിൻ്റെ ആയത്തിൽ നോക്കാനാണ്, ഹാദിഹിയും ഹാദായും വന്നിട്ടുള്ള ഭാഗം നോക്കാനാണ്. എങ്ങനെ? ഇന്ന ഹാദിഹി തദ്കിറ. ഹാദിഹി കണ്ടില്ലേ? തദ്കിറ. ഹാത്തായി ലാസ്റ്റ് വന്നപ്പോൾ ഹാദിഹി എന്ന് കൊടുത്തു. അതേപോലെ തൊട്ടടുത്തത് നോക്കൂ. ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. പിന്നെ ഹാദാ എഴുതുക. അതേപോലെ അതിൻ്റെ തൊട്ടടുത്ത് 3 പ്രാവശ്യം എഴുതി കൊടുക്കട്ടോ. ഹാദാ. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്തുണ്ടല്ലോ എന്ത്? ഹാദിഹി എന്നുണ്ട്. ഹാദിഹി അതും തൊട്ടടുത്തിട്ടോ. ഇത് നിങ്ങൾക്കിത് അറബി മലയാളത്തിൽ എഴുതിയത് കേട്ടോ. ഇത് നോക്കിയിട്ട് അക്ഷരത്തെറ്റ് കൂടാണ്ട് എഴുതിയെടുത്തോളൂ കേട്ടോ. ഇതിൻ്റെ മീനിങ്ങൊക്കെ നല്ല രീതിയിൽ തന്നെ വായിച്ച് പഠിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ പാഠഭാഗത്തിൽ പുതിയൊരു ഗ്രാമർ ഭാഗമായിട്ട് എന്ത് പഠിച്ചു? ഹാദാ ഹാദിഹി എന്നല്ലേ. ഹാദാ ഇത്. ഹാദിഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്. രണ്ടിനും എന്തെന്ന് വരിക? ഇത്. ഹാദയ്ക്കും ഇതെന്ന് വരും,